അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ അവിടെ ഹർത്താൽ നടക്കുകയാണ്. വഴി തടയൽ രൂക്ഷമായതിനെ തുടർന്ന് വിനോദസഞ്ചാരികളടക്കമുള്ളവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് വഴി തടയൽ അവസാനിപ്പിക്കാൻ പോലീസിന്റെ ശ്രമം അവിടെ തുടരുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാവുന്നത്. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിൽ ജനകീയ സമിതി നടത്തുന്ന വഴിതടയൽ സമരം പുരോഗമിക്കുകയാണ്. വിനോദസഞ്ചാരികളടക്കമുള്ളവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കുറേ സമയമായി കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. സമരക്കാരെ അവിടെ നിന്നും നീക്കാനുള്ള ശ്രമങ്ങളിലാണ് പോലീസ്. MS ലിഷോയ് വിശദാംശങ്ങളുമായി ചേരുന്നു. ലിഷോയ്, സ്ഥലത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 3 പേർ മരിച്ച 2 ദിവസത്തിനിടെ 3 പേർ മരിച്ച സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം ഇവിടെ നടന്നത്. അതിരപ്പള്ളിയിലേക്കുള്ള പ്രധാന റോഡ് ചാലക്കുടിയിൽ നിന്നും അന്തർസംസ്ഥാന പാതയായ ആനമല റോഡ് ഉപരോധിക്കുകയായിരുന്നു ഇത്രയും നേരം. ഇപ്പോൾ നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അതിരപ്പള്ളിയിലേക്ക് ഇന്ന് ഇത്തരത്തിൽ ഇവിടെ ഹർത്താലാണെന്ന് അറിയാതെ എത്തിയ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. പോലീസ് ഈ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ വാഹനത്തിൽ പോലീസ് ഈ സമരത്തിനുണ്ടായിരുന്ന ജനകീയ സമരസമിതി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. ഇത്രയും നേരം ഏകദേശം രാവിലെ 6 മണി മുതൽ തന്നെ ഇവിടെ റോഡ് ഉപരോധമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരെ നീക്കിക്കൊണ്ടു പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ശാശ്വതമായ ഈ കാട്ടാന ആക്രമണത്തിൽ നിന്ന് ഒരു പരിഹാരം എന്നുള്ള രീതിക്ക് തന്നെ ഒരു സ്ഥിരമായ സംവിധാനം ഉണ്ടാകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇവിടെ സമരം നടന്നിരുന്നത്. ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. പോലീസ് ഇടപെട്ട് വാഹനങ്ങൾ അതിരപ്പള്ളി മലക്കപ്പാറ ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ തന്നെ കടത്തിവിട്ടു തുടങ്ങി. നിരവധി വാഹനങ്ങളാണ് ഇവിടെ ഈ കുടുങ്ങിക്കിടന്നിരുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഉണ്ടായ ഒരു 2 സംഭവങ്ങളിൽ ഇവിടെ അതിരപ്പള്ളി മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതിരപ്പള്ളി പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും എല്ലാം തന്നെ സംയുക്തമായാണ് ഇന്നിവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ ഘടകമ്പോളങ്ങളും ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇന്നിപ്പോൾ അതിരപ്പള്ളി മേഖലയിൽ നടക്കുന്നത്. എന്തായാലും ഇത്രയും നേരം ഇവിടെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുകയാണ്. പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ നിന്നിരുന്ന എല്ലാ പ്രവർത്തകരെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പ്രതിഷേധം വീണ്ടും അവിടെ തുടരാനുള്ള സാധ്യതയുണ്ടോ? കാരണം ജനകീയ സമരസമിതി പ്രവർത്തകരിൽ ചിലരെങ്കിലും ഇപ്പോഴും മുദ്രാവാക്യങ്ങളുമായി സ്ഥലത്ത് തുടരുന്നില്ലേ? ഇപ്പോൾ പൂർണ്ണമായും ഇവിടെയുള്ള പ്രവർത്തകരെല്ലാം തന്നെ സമരസമിതി പ്രവർത്തകരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ റോഡ് പൂർണ്ണമായും ഉപരോധിക്കുകയായിരുന്നു. ഒരുപാട് നേരം റോഡ് ഉപരോധിക്കുകയായിരുന്നു. ഒടുവിൽ ഇപ്പോൾ പോലീസ് ഇടപെട്ട് അതെല്ലാം തന്നെ മാറ്റുകയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ ഒരു കാര്യമായൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നേതാക്കളെ ഉൾപ്പെടെ പ്രവർത്തകരെ ഉൾപ്പെടെ നിരവധി ആളുകളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇനിയും ഈ മേഖലയിൽ ഇതിപ്പോൾ പ്രധാനമായും അതിരപ്പള്ളി ശരി ലിഷോയ്, വിനോദസഞ്ചാരികളടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത്. പക്ഷേ അവരാവശ്യപ്പെടുന്നത് ശാശ്വത പരിഹാരം